الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. سورة المسد. بسم الله الرحمن الرحيم. تبت يدا أبي لهب وتب. തബ്ബത്. ത പറയുമ്പോൾ ശ്രദ്ധിക്കുക. ത നാവിൻ്റെ തുഞ്ചം മേലത്തെ മുൻപല്ലിൻ്റെ പിറകില് ഗം ലൈൻ ആ ഊനിൽ തട്ടിയിട്ട് ത ത ചെറിയ കാറ്റോട് കൂടി ത ത ത. ഓക്കെ, അറിയാതെ ഒരു സീന് ചിലപ്പോൾ കേൾക്കാറുണ്ട്. ത ത അങ്ങനെയല്ല, സീനിൻ്റെ ശബ്ദം ഇടയ്ക്ക് കയറരുത് കേട്ടോ. ത ക്ലിയർ ആയിരിക്കണം. ഫത്ത് ആയതുകൊണ്ട് വായ തുറന്നു വെച്ച അവസ്ഥ. ത തബ്ബത്. തഇന് സുക്കൂനാണ്, അപ്പോൾ പകുതി സുക്കൂന് കാറ്റോട് കൂടി. തബ്ബത് തബ്ബത് യദാ. യദ വായ തുറന്നു വെച്ച അവസ്ഥ. യ എന്നുള്ള ഹർഫ് യേ ആക്കരുത്, യ. ഓക്കെ, യേ ആക്കരുത്. യദാ എന്നല്ല, യദാ. ഓക്കെ. യദ അബി രണ്ട് വാക്കുകളുണ്ട്. ഒരു വാക്കിൻ്റെ അവസാനം മദ്ദിൻ്റെ അക്ഷരമായ അലിഫ് വന്നിട്ടുണ്ട്. മദ്ദിൻ്റെ അക്ഷരം 3 എണ്ണാണ്. അലിഫ് വാവ്യ, അതിൽ അലിഫ് വന്നിട്ടുണ്ട്. ശേഷം മറ്റൊരു വാക്കിൻ്റെ തുടക്കം ഹംസ കൊണ്ടാണ്. അപ്പോൾ മദ് ജായിസ് മുൻഫസിൽ 4 to 5 കൗണ്ട് വരെ നീട്ടുക. 4 to 5 കൗണ്ട് വരെ നീട്ടുക എന്ന് പറഞ്ഞാൽ എന്താണ്? 4 പ്രാവശ്യം ദാല് നമ്മൾ ഉച്ചരിക്കുന്ന ആ ഒരു ദൈർഘ്യത്തിൽ നീട്ടുക. 4 തവണ വിരലുകൾ ഉയർത്തുന്ന ദൈർഘ്യത്തിൽ നീട്ടുക. അപ്പോൾ യദ കണ്ടോ, മാക്സിമം ഒരു 2 സെക്കൻഡ് അല്ലേ. യദ 4 to 5 കൗണ്ട് വരെ. ഓക്കെ, ഇൻഷാ അല്ലാഹ്. യദ അബി. ഹംസയാണ്. മലയാളത്തിൽ അബി എന്നല്ല, അബി. ഹംസ ലൈറ്റ് ആക്കി പറയാം കേട്ടോ. അബി 2 കൗണ്ട് നീട്ടുക കേട്ടോ. കെസറാണ്. ലഹബിൻ വതബ്. അവിടെ ലഹ കെട്ടിപ്പുട്ട് ഹ തൊണ്ടൻ്റെ അടിയിൽ നിന്നാണ്. ബിൻവ ബിൻ കെസറത്തേൻ തൻവീനാണല്ലേ. അപ്പോൾ തൻവീൻ എന്ന് പറഞ്ഞാൽ ഹിഡൻ ആയിട്ടൊരു നൂന് വരുന്നുണ്ട് അല്ലേ. തൻവീനോ സുക്കൂനുള്ള നൂനിനോ ശേഷം ഇവിടെ വാവാണ് വരുന്നത് അല്ലേ. വാവാവുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് യർമലൂൻ, ഇത് ഗാംബിഗുന്ന അല്ലേ. തൻവീനു ശേഷം യാ, റാ, മീമ്, ലാമ്, വാവ്, നൂന്, ഇതിലേതെങ്കിലും ഒരു ഹർഫ് വന്നാൽ അതിലേക്ക് ലയിപ്പിച്ച് പറയണം. ലഹബിൻ വ അല്ലേ. ഇതിൽ റാവും ലാമും ആണെന്നുണ്ടെങ്കിൽ ബിലാ ഗുന്ന, ഗുന്ന ചെയ്യാൻ പാടില്ല. ഇവിടെ വാവായതുകൊണ്ട് ഗുന്ന ചെയ്യണം. ലഹബിൻ വ ലഹബിൻ വ ലഹബിൻ വ. കണ്ടോ, തൻവീനിലെ നൂനിനെ അവ്യക്താക്കി നമ്മൾ ലയിപ്പിക്കണം അല്ലേ. ലഹബിൻ വ വതബ്. വ ത താഴ്ത്തി പറയണം. ശേഷം ബാഇന് ശബ്ദുണ്ട്, കൽക്കലയുടെ ഹർഫാണ്. അപ്പോൾ ഹെവി കൽക്കല മുഴുവൻ സുക്കൂനോട് കൂടി അവസാനിപ്പിക്കുക. വതബ് സ്ട്രോങ് കൽക്കലയാണ് കേട്ടോ. തബ്ബത് യദാ അബി ലഹബിൻ വതബ്. മാ അഗ്നാ അൻഹു മാലുഹു വമാ കസബ്. മാ താഴ്ത്തി പറയാട്ടോ. മീമിനെ വായ നിറച്ച് മലയാളത്തിൽ പോലെ മ എന്ന് പറയരുത്, താഴ്ത്തി പറയാം. മ എന്ന വാക്കിനും ശേഷം അഗ്ന എന്ന വാക്ക് അല്ലേ, 2 വാക്കുകൾ. മ അവസാനിക്കുന്നത് അലിഫ് മദ് കൊണ്ട്, ശേഷം അഗ്ന തുടങ്ങുന്നത് ഹംസ കൊണ്ട്. അപ്പോൾ ആയത്ത് 1 പറഞ്ഞതുപോലെ തന്നെ ഇവിടെയും എന്താണ്? മദ് ജായിസ് മുൻഫസിൽ. അപ്പം 4 to 5 കൗണ്ട് നീട്ടുക. അഗ്ന ശ്രദ്ധിക്കുക, ഗൈനിന് പകുതി സുക്കൂനാണ്. ഗൈൻ ഉയർത്തി പറയണം, പകുതി സുക്കൂനോട് കൂടിയിട്ട്. അഗ്ന പറഞ്ഞാൽ തെറ്റാണ്. അഗ്ന ഒരച്ചിലുണ്ടാവും. ആയിനും ഗൈനൊക്കെ സുക്കൂന് വരുമ്പോൾ. അപ്പോൾ
താഴ്ന്നിട്ടും ഗൈന് ഉയർന്നിട്ടുമാണ്. അഗ് അഗ് മനസ്സിലായില്ലേ? എന്നാലോ ഗൈനിന് പകുതി സുക്കൂനും കൊടുക്കുക. അഗ് ഗൈന് ഉയർത്തി ശേഷം നൂന് താഴ്ത്തി പറയാ. ഓക്കെ. അൻഹു ഐന് ശ്രദ്ധിക്കുക കേട്ടാ. പിന്നെ ശേഷം നൂനിന് സുക്കൂന് വന്നിട്ടുണ്ട്. പിന്നെ കെട്ടിപ്പുട്ട് ഹ ആണ്. സാക്കിനായ നൂനിന് ശേഷം ഹുറൂഫുൽ ഹൽക്ക് തൊണ്ടയുടെ ഹർഫ് വന്നാൽ അവിടെ ഇൽഹാറാണ്. അപ്പോൾ അൻഹു അവിടെ അൻഹു അങ്ങനെയൊന്നും പാടില്ല. അൻഹു മാലുഹു താഴ്ത്തി പറയാ. ലുഹു ലുഹു താഴ്ത്തി പറയാ. കെട്ടിപ്പൂട്ട് ഹ ഉണ്ട്. കെട്ടിപ്പൂട്ട് ഹ ഇന് ഹറക്കത്തുണ്ട്. മുമ്പുള്ള ഹർഫിനും ഹറക്കത്തുണ്ട്, ശേഷമുള്ള ഹർഫിനും ഹറക്കത്തുണ്ട് അല്ലേ? ലാമിന് ദമ്മും വാവിന് ഫത്തും ഉണ്ട്. അപ്പോൾ അത് ഹ ദമീറാണ്. മദ് സിലത്ത് സുഗ്റയാണ്. ഓക്കെ, മദ് സിലത്തുൽ കുബ്ര വേറെ ഉണ്ട്. ഇവിടെ മദ് സിലത്ത് സുഗ്റയാണ്. 2 കൗണ്ട് നീട്ടിയാൽ മതി. ഓക്കെ. മാലുഹു വമാ കസബ് താഴ്ത്തി പറയാട്ടോ. വമാ കസബ് ഒരു ഹർഫ് പോലും അവിടെ ഉയർത്തേണ്ട ആവശ്യമില്ല. ശ്രദ്ധിക്കുക, താഴ്ത്തി പറയാ. കസബ് ഖൽഖലയുടെ ഹർഫാണ്. മുഴുവൻ സുക്കൂന് കൊടുത്തിട്ട് അവസാനിപ്പിക്കുക. ഓക്കെ. മാ അഗ്ന അൻഹു മാലുഹു വമാ കസബ് മാ അഗ്ന അൻഹു മാലുഹു വമാ കസബ് സയസ്ല നാറൻ ذات ലഹബ്. സയസ്ല ചിലര് സീന് ഉയർത്തുന്നുണ്ട്. സയ അങ്ങനെ വേണ്ട. സയ താഴ്ത്തി പറയാ. സ്വാദ് ഹെവിയാക്കി പകുതി സുക്കൂനോട് കൂടിയിട്ട്. സയസ്ല സയസ്ല എന്ന് പറഞ്ഞാൽ തെറ്റാണ്. സയസ്ല 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 നാറുൻ നാറുൻ ذات തൻവീനു ശേഷം ദാലാണ് ഇഖ്ഫ ആണ്, മറച്ച് മണിക്കുക. അപ്പോൾ നാറുൻ ذات ലഹബ് താഴ്ത്തി പറയാട്ടോ. ذات ലഹബ് ഹ കെട്ടിപ്പിടി ഹ തൊണ്ടയുടെ ഏറ്റവും അടിയിൽ നിന്ന്. ഓക്കെ. സയസ്ല നാറൻ ذات ലഹബ് വംറഅതുഹു ഹമ്മാലത്തൽ ഹതബ്. ചിലര് വ അംറഅതുഹു എന്ന് പറയും, അത് തെറ്റാണ്. വം ഓക്കെ, അവിടെ ഹംസത്തുൽ വസലിന് നമ്മള് ഹിഡൻ ആക്കി വെക്കണം. അപ്പോൾ വം അങ്ങനെയാണ് പറയാ. വ അം എന്നല്ല. ഓക്കെ, വ അം എന്നല്ല, വം വം താഴ്ത്തി പറയാം. വം വാവ് എങ്ങനെയാ ഉച്ചരിക്കുക? ചുണ്ട് റൗണ്ട് ആക്കി പിടിച്ച് മുമ്പോട്ട് കൂർപ്പിച്ചിട്ട്. ഓക്കെ. വം 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 റോ ഉയർത്തുക, താഴ്ത്തുക. വം റോ എ വം റോ എ വം റോ എ കണ്ടില്ല? റോ ഉയർത്തുക ശേഷം ഹംസ താഴ്ത്തുക. വം റോ എ വം റോ എ വംറ അങ്ങനെ പോവരുത്, തെറ്റാണ്. റോ താഴ്ത്തി പറയരുത്. വം റോ എ തുഹു തുഹു വമ്മ ആയതുകൊണ്ട് ചുണ്ട് മുമ്പോട്ട് കൂർപ്പിക്കുക. പിന്നെ ശേഷം വീണ്ടും ഹാ ദമീർ വരുന്നുണ്ടല്ലേ? അപ്പോ കെട്ടിപ്പൂട്ട് ഹാ ദമീറിന് ഹർക്കത്തുണ്ട്. മുമ്പുള്ള ഹർഫിനും ഹർക്കത്തുണ്ട്, ശേഷമുള്ള ഹർഫിനും ഹർക്കത്തുണ്ട്. മദ് സിലത്ത് സുഗ്ര 2 കൗണ്ട് നീട്ടുക. വംറഅതുഹു ഹമ്മ ഹ ആണ്. ചിലര് ഹമ്മ തെറ്റാണ്. ഹ ആണ്. ഹ ഓക്കെ. മീമ് നന്നായി മണിക്കുക. ശബ്ദ വരുമ്പോ മീമ് കട്ടി മാത്രം കൊടുത്താൽ പോരെ, മണിക്കണം, ഈണം കൊടുക്കണം, ഭംഗി കൊടുക്കണം. അപ്പോൾ ഹമ്മലത്തൽ ഹതബ് ചുണ്ട് മുമ്പോട്ട് കൂർപ്പിക്കാതെ, കാറ്റ് പുറത്തോട്ട് പോകാതെ വൃത്തിക്ക് ഫത്ഹാക്കി എന്ന് പറയുമ്പോൾ വായ തുറന്നു വെച്ച അവസ്ഥയില് ചുണ്ട് മുമ്പോട്ട് കൂർപ്പിച്ച് ഓ കാര്യത്തില് ഹത്വാബ് തെറ്റാണ്. ഹത്വാബ് കണ്ട? ഹത്വാബ് മുഴുവൻ സുക്കൂന് കൊടുത്ത് അവസാനിപ്പിക്കുക. ഖൽഖലയുടെ ഹർഫ്. വംറഅതുഹു ഹമ്മാലത്തൽ ഹതബ് വംറഅതുഹു ഹമ്മാലത്തൽ ഹതബ് ഫീ ജീദിഹാ ഹബ്ലും മിൻ മസദ്. ശ്രദ്ധിക്കുക. ഫീ ജീദിഹ ഒക്കെ 2 കൗണ്ട് നീട്ടുക കേട്ടോ. താഴ്ത്തി പറയാ, കട്ടി കൊടുത്ത. ഫീ ജി എന്ന് പറയുമ്പോൾ കാറ്റ് വരരുത്, തെറ്റാണ്. ജി എന്ന് പറഞ്ഞാൽ തെറ്റാണ്. ചാ പോലെ ആകുന്നുണ്ട്, കാറ്റ് വരരുത്. ഓക്കെ. എങ്ങനെയാണ്? ഫീ ജീദി കണ്ട? ഫീ ജീദി
ഫി ജീദിഹ, കെട്ടിപ്പൊടി ഹ, ഫി ജീദിഹ ഹബലു, ഹ ആണ്, ശേഷം ബാഇന് ഖൽഖല, ഹബലു, തൻവീനിന് ശേഷം ഷദ്ദുള്ള മീമാണ്. അപ്പോൾ ഇദ്ഗാം ബിഗുന്ന. ഓക്കെ, നന്നായി ലയിപ്പിച്ച് പറയാം. ഓക്കെ, തൻവീനെ മറച്ച് അവ്യക്താക്കി ലയിപ്പിച്ച് പറയാം. ഹബലും മിൻ മസദ്, സാക്കിനായ നൂനിന് ശേഷം ഷദ്ദുള്ള മീമാണ്, അവിടെയും ഇദ്ഗാം ബിഗുന്ന. ഓക്കെ, ഫി ജീദിഹ ഹബലും മിൻ മസദ്. സീനും ദാലും താഴ്ത്തി പറയണേ. ദാല് ഖൽഖലയുടെ ഹർഫാണ്, മുഴുവൻ സുക്കൂന് കൊടുക്കുക. മസദ്. ഓക്കെ, മസദ് എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കരുത്, ശ്രദ്ധിക്കുക കേട്ടോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ്. മാ അഗ്നാ അൻഹു മാലുഹു വമാ കസബ്. സയസ്ലാ നാറൻ ذات لهب وامرأته حمالة الحطب في جيدها حبل من مسد.